ഇപ്പൊ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ? നോക്കൂ, യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഒന്ന്, ഇവിടെ ഇപ്പൊ പെരപ്പങ്കോട് കേന്ദ്രീകരിച്ചിട്ട് വളരെ ഒന്നാന്തരമായിട്ടുള്ള കായിക താരങ്ങൾ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട് സ്വിമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അവരെല്ലാവരും ഒരു കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ ജോലി എന്നുള്ളതിനപ്പുറത്തേക്ക് മുമ്പോട്ട് പോകുന്ന തലത്തിലേക്ക് അവരെ നമുക്ക് എത്തിക്കാൻ വേണ്ടി പ്രാപ്തമാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കുറച്ചുകൂടി നല്ല മെന്ററിങ് കൊടുക്കുക, കുറച്ചുകൂടി നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക. ഇപ്പൊ ടോപ്സ് പോലുള്ള പദ്ധതികൾ അവർ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ഒളിമ്പിക്സിന്റെ വേദികളിലേക്കൊക്കെ അവർ കയറി പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഇന്ത്യയിലാകമാനം. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫെസിലിറ്റികൾ അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ വെമ്പായം പഞ്ചായത്തിൽ പോരുന്നു, അവിടെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടാണ് 5 വർഷം മുമ്പ് ഇവർ മത്സരിച്ച് ജയിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പൊ എന്തുകൊണ്ടാണ് കായിക താരങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതെന്ന് പറയുന്നത്, കായിക താരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇന്റർനാഷണൽ ലെവലിൽ അവർ ആഘോഷിക്കപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു ബ്രാൻഡായിട്ട് മാറുന്നത് ലോകത്തിന്റെ മുൻപിൽ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടുന്നതുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ളത്.